കരിക്കും വെള്ളം പാക്ക് ചെയ്താൽ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതിൻ്റെ കേക്ക് നമുക്ക് പൊടിക്കോ എന്തുണ്ടാക്കാം. അതിൻ്റെ തേങ്ങാപ്പാല്, അതിൻ്റെ ചകിരി, അതിൻ്റെ കയറ്, അല്ലെങ്കിൽ അതിൻ്റെ ചിരട്ട എല്ലാം വാല്യൂ അഡീഷനാണ്. റൈസ് വെറും നെൽമണിയായിട്ട് വിറ്റാൽ എന്താ വില കിട്ടുന്നു? എന്നാൽ നേരെ മറിച്ച് നെൽമണിയായിട്ട് വിൽക്കുന്നു, അതിന് വില കിട്ടുന്നു. തവിട് എണ്ണയെടുക്കുകയാണെങ്കിൽ തവിട് എണ്ണയ്ക്ക് വരുമാനം കിട്ടുന്നു. തവിടും വൈക്കോലും കൂടെ കൂട്ടിയാൽ കാലിത്തീറ്റ ഉണ്ടാക്കുന്നുവെങ്കിൽ കാലിത്തീറ്റയുടെ വില കിട്ടുന്നു. ഉമി എടുത്താൽ ഉമിയിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വില കിട്ടുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു സാധനത്തിന് ഉള്ള മൂല്യം വലുതാണ്. ആ മൂല്യം നമുക്ക് മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ബയോ പാർക്കുകൾ, കോക്കനട്ട് ബയോ പാർക്കുകൾ, റൈസ് ബയോ പാർക്കുകൾ പ്ലാൻ ചെയ്ത്. ഞാനിത് പറഞ്ഞത് ഇതൊക്കെ എന്തിനാ? അധ്വാനിക്കുന്ന മേഖലകൾ, അധ്വാനവർഗ മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് അത് നവീകരിച്ച് ആധുനികവൽക്കരിച്ച് മോഡേണൈസ് ചെയ്തുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ചൊരു വൻപിച്ച മുന്നേറ്റമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിലാണ്. ഈ രീതിയിൽ അധ്വാനവർഗത്തെ മുന്നിൽ കണ്ട ആരൊക്കെയാണ് അധ്വാനവർഗത്തെ ഓരോ മേഖലയിലും കൈവച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളും മുതൽ മുടക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടിയാണ് അധ്വാനവർഗ സിദ്ധാന്തം ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ 10 ബഡ്ജറ്റുകൾ അനലൈസ് ചെയ്യുന്നുവെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് സ്ഥായിയായ സംഭാവന നൽകിയ എൻ്റെ ബഡ്ജറ്റുകളാണ്. ഇപ്പോൾ കൊല്ലം മാലിന്യ വിമുക്ത കേരളം. ആ മാലിന്യ വിമുക്ത കേരളം നിങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഇതെന്താ കേരളം ദൈവത്തിൻ്റെ നാട്? ആദ്യമായി വേണ്ടത് മാലിന്യ വിമുക്ത കേരളമാണ്. കഴിഞ്ഞ പോലെ ഞാൻ മാലിന്യ വിമുക്ത കേരളത്തിന് ബഡ്ജറ്റിൽ പരിപാടി പ്രഖ്യാപിച്ചു. കളക്ട് ചെയ്യുന്ന മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തല, ബ്ലോക്ക് തല, ജില്ലാ തലങ്ങളിൽ ഫാക്ടറികൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കൊല്ലം ഫാക്ടറികൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോട്ടും എറണാകുളത്തും ഒക്കെ ഫാക്ടറികൾ, വലിയ പ്ലാന്റുകൾ. ഇക്കൊല്ലത്തെ ബഡ്ജറ്റ് ഉറവിട മാലിന്യം കൊണ്ടുവന്നു. ഇതുകൊണ്ടായില്ല. കളക്ട് ചെയ്യാൻ ചെന്ന് എവിടെയെങ്കിലും സംസ്കരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ബഹളാവും. ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട മാലിന്യം, കാര്യം സംസ്കരിക്കുകയാണെങ്കിലും. അപ്പോൾ ഇത് ഉറവിട മാലിന്യം, അവരവരുടെ വീട്ടുവളപ്പിൽ ജനറേറ്റ് ചെയ്യുന്ന മാലിന്യം അവരവരുടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ പൈപ്പ് കമ്പോസ്റ്റ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ LPG ഗ്യാസ്. നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാം. 10,000 രൂപ മതി. 10,000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കാം. ഈ മാലിന്യത്തിൽ നിന്ന് 1,000 രൂപയുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഒരു കമ്പോസ്റ്റ് പൈപ്പ് മതി. അതിനകത്തോട് വേസ്റ്റ് എല്ലാം ഓരോ ദിവസവും വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം വെച്ച് മൂടി വെച്ചാൽ മതി. ഒരു മാസം കഴിയുമ്പോൾ വളമായി. അല്ലെങ്കിൽ ഈ ഗ്യാസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ചുരുക്കി പറയുന്നത്, ഒരു സിദ്ധാന്തം കൊണ്ടുവരിക മാത്രമല്ല, ആ സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് ബഡ്ജറ്റിലൂടെ രൂപകൽപ്പന ചെയ്ത് ആ സിദ്ധാന്തം അടിസ്ഥാനത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖല, ഉൽപ്പാദന സേവന മേഖലകൾ ശക്തമാക്കാൻ വേണ്ടി അങ്ങേറ്റം ശ്രമിക്കുന്നു എന്നുള്ളതിൽ എനിക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇതാണ് ഈ അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്കറിയാവുന്നതാണ്, അവതരണം പെൻഷൻ എന്ന വാക്ക് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഒരു നീക്കിവെപ്പ് ഉണ്ടാകുമോ? ഇനി ഒരു 2 വർഷം കൂടെ കൂട്ടിക്കൊടുക്കാൻ? ഒന്നും ബഡ്ജറ്റ് രഹസ്യമാണ്, ഇപ്പോഴേ പറയത്തില്ല. പക്ഷേ ഇതൊരു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഈ ഇതിൻ്റെ ഒരു ആങ്സൈറ്റി കളയണമല്ലോ. നമ്മളുടെ ബഡ്ജറ്റ് ഇത് പ്രായം ഉയർത്തുമ്പോഴത്തേക്കും ചെറുപ്പക്കാർ, അവർക്ക് ജോലി സാധ്യത പോയി. ഒരു വർഷം 25,000 പേർക്ക് 20,000 പേർക്കാണ് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നത്. 20,000 പേർക്കാണ് നമ്മുടെ PSC കൂടെയുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വർഷം 20,000 നഷ്ടപ്പെടുന്നത് 20,000-ത്തിന് അപ്പുറത്ത് ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ആങ്സൈറ്റിയുടെ കാര്യമില്ല. അവരെ ബോധ്യപ്പെടുത്തണം. ഇത് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ പാർട്ടി മാത്രമല്ലേ അത്ര വലിയ അത് പറ്റാത്തതും രാഷ്ട്രീയത്തിൻ്റെ കുഴപ്പമാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കാണ്ട് പോയി ചെറുപ്പക്കാരുടെ ഫ്യൂച്ചർ മുഴുവൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഒരു വശത്ത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പോട്ടെ, ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പീപ്പിൾ എസ്പെഷ്യലി അവരുടെ ആങ്സൈറ്റി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ കൂടെ ബോധ്യപ്പെടുത്തി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ലാതെ നമുക്ക് ഏജ് വർദ്ധിപ്പിക്കാൻ ഒക്കെയല്ല. അതുവരട്ടെ അതിനൊരു സമന്വയം ഉണ്ടാകണം. മൊത്തത്തിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലൊരു സമന്വയം വേണം, ചെറുപ്പക്കാരുമായിട്ടൊരു സമന്വയം വേണം.
അതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടുള്ള പരിപാടികളല്ലാതെ ഞാൻ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകണമെന്ന് പറയുമ്പോഴും മറ്റൊരു സെഗ്മെന്റ് 56 വയസ്സ് കഴിഞ്ഞ് ഇവരൊക്കെ കഴിവുള്ളവർ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ഡിബേറ്റ് ആകാം. ഒരു ഡിബേറ്റ് ചെയ്ത് നമുക്ക് സംവാദം ഡയലോഗാണ് വേണ്ടത്. ഡയലോഗ് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇത്തവണത്തെ ബഡ്ജറ്റിൽ? പാടില്ല. അല്ല, നമ്മൾ കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് ഈ പറഞ്ഞ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഒരു പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വിജയം എന്ന് താങ്കൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ ഇപ്പോഴും? കേരള കോൺഗ്രസ് കേരളത്തിലെ ഒരു ഇപ്പോഴും 3-ാം സ്ഥാനം എന്ന് മാത്രമേ UDF പോലും പറയാൻ പറ്റുന്നുള്ളൂ. സ്ഥാനം 3 എന്നുള്ളതല്ലല്ലോ. കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു മുന്നണിക്കും, കേരള കോൺഗ്രസ് ഏത് മുന്നണി നിന്നാലും കേരള കോൺഗ്രസ് ഇല്ലാത്തൊരു മുന്നണിക്ക് കൂടെ ഭരണം കിട്ടുമോ? ഇല്ല എന്നുള്ളത് സത്യമല്ലേ? അതെല്ലാവരും പറയുന്ന കാര്യമല്ലേ? പക്ഷേ അങ്ങനെ ശക്തമായ മുന്നണികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ശക്തമായ പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത്. എന്താണ് കേരള കോൺഗ്രസിന് അതിന് സാധിക്കാൻ പറ്റാത്തത്? ഞങ്ങൾ ഒരുപാട് അര നൂറ്റാണ്ടായല്ലോ. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അഖിലേന്ത്യാ കക്ഷികൾക്കൊരു വലിയൊരു ഞങ്ങളോടുള്ള ഒരു അസഹിഷ്ണുതയും ഭയപ്പാടും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ എല്ലാ നിലകളിലും തന്ത്രങ്ങളും അടവുകളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ മുന്നോട്ടുള്ള കുതിപ്പ് ഇല്ലെന്നാക്കാൻ വേണ്ടി ശ്രമമായിരുന്നു ഇവിടുത്തെ അഖിലേന്ത്യാ കക്ഷികൾ, ഇടതും വലതും. എല്ലാ അഖിലേന്ത്യാ കക്ഷികളും, എത്രയോ കക്ഷികൾ ഇവിടെയുണ്ട്, അവർക്കൊക്കെ ഒരു അസഹിഷ്ണുത ഈ കാര്യത്തിൽ. അപ്പം ഇവരോടൊക്കെ ഏറ്റുമുട്ടുക നമുക്ക് നെയ്വഴക്കത്തോടു കൂടി ഇതിൻ്റെ അടി വരുമ്പം നമ്മൾ ഒഴിഞ്ഞു മാറിയും ചിലപ്പോൾ തകൃതത്തിൽ കുതിച്ച് മുന്നോട്ട് നീങ്ങിയും എല്ലാം, ചിലപ്പോൾ കാലുകൊണ്ടൊന്ന് തട്ടിയും കൈ കൊണ്ടൊന്ന് തട്ടിയും ഇങ്ങനെ, എന്നാൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കാതെയും ഒക്കെയാണ് ഞങ്ങളിങ്ങനെ ഈ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ആർക്കും ഞങ്ങളെ നശിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയ സജീവ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ പൊതുധാരയിൽ ഞങ്ങൾ രാഷ്ട്രീയ കക്ഷിയായി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച്. പക്ഷേ ഈ കോൺഫിഡൻസ് ഉള്ളപ്പോഴും ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പറയാതെ തന്നെ അറിയാവുന്നതാണ്. ഇത്ര ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുമ്പം എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന് ലീഡ് റോഡിലോട്ട് എത്താൻ പറ്റാത്തത്? അതാണ് ഞാൻ ചോദിച്ചത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമോ നേടിയെടുക്കാൻ കേരള കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നില്ല. ഞങ്ങളിപ്പോൾ അതിപ്പോൾ അതിനായിട്ടൊരു വലിയ ബഹളമൊന്നും വെക്കുന്നില്ല. ഞങ്ങൾക്ക് അതൊന്നും അല്ലല്ലോ പ്രധാനം. മുഖ്യമന്ത്രിയാകുന്നോ ഉപമുഖ്യമന്ത്രിയാകും, അത് വരുമ്പം വരും. കേന്ദ്രത്തിലാണെങ്കിൽ ഇങ്ങനെ കൺവെൻഷനിലായിട്ട് അഖിലേന്ത്യാ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനം. കേരളത്തിൽ അത് പറയട്ടെ, നമ്മളതിന് വേണ്ടിയിട്ടല്ലല്ലോ. അത് സാഹചര്യങ്ങൾ, ആ ഒരു സാഹചര്യത്തിന് മാറ്റമുണ്ടാവോ കേരളത്തിൽ? കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയാണ്. അല്ല, ഞാൻ ചോദിച്ചാൽ കേരള കോൺഗ്രസ് എന്നല്ല, ആ ഒരു സാഹചര്യം ഈ പറഞ്ഞ ദേശീയ പാർട്ടികൾക്ക് മുഖ്യമന്ത്രി ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് ആയിരിക്കാം. ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് വളർന്ന് വികസിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ നമ്പർ 1 പാർട്ടി കേരള കോൺഗ്രസ് ആയിട്ട് മാറും. അതിന് വിഷമമായിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അതാ. അതിന് മുഖ്യമന്ത്രി വേണോ വേണ്ടിയോ എന്നുള്ളതല്ല. അല്ല, മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ മന്ത്രിസഭയെ നയിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. ആയിക്കോട്ടെ, നിങ്ങളത് എന്ത് വ്യാഖ്യാനം കൊടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്പർ 1 രാഷ്ട്രീയ ശക്തിയാക്കി കേരള കോൺഗ്രസിനെ മാറ്റണം. ഇപ്പോൾ അധ്വാന വർഗ സദസ്സുകൾ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്, ഓരോ പഞ്ചായത്തിലും. ഞങ്ങളിത് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇതിന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ജാതിയില്ല, സമുദായമില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ആണ് കേരളത്തിലും ഇന്ത്യയിലും ഒരു വലിയ മാറ്റം വരുത്തണം. ഈ കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സുകളിലേക്കൊക്കെ കടക്കണം. എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്ന് കേരള കോൺഗ്രസിന് ഒരവസരം നൽകുന്നതിന് വേണ്ടി, അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജനത തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ, പ്രത്യയശാസ്ത്രപരമായിട്ട് ഞങ്ങൾ പോകുന്നത്. മറ്റ് കേരള കോൺഗ്രസിനോട് ചേർത്ത് ഒരു ഏകീകരണത്തിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ഇനിയിപ്പോൾ ഏതാ വേറെ വലിയ കേരള കോൺഗ്രസ് ഒന്നും, അതൊക്കെ ഉണ്ട് ചെറിയ കേരള. അതിപ്പോൾ എത്രയായാലും കേരള കോൺഗ്രസ് എന്നുള്ള പേരിൽ എവിടെയെങ്കിലും ലേബലിൽ പിന്നെയും പാർട്ടികൾ കാണും. അത് കാര്യമൊന്നുമില്ല. അത് ഞങ്ങൾക്കൊക്കെ സഹോദരങ്ങളായിട്ട് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അല്ല, പക്ഷേ ഇപ്പോഴും ഇങ്ങനെ പലതായി നിൽക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ പോലും ഈ അവസാന മന്ത്രിസഭാ എണ്ണത്തിൽ പോലും കേന്ദ്രത്തിലൊരു പ്രാതിനിധ്യം കേരള കോൺഗ്രസിന് ഇല്ലാതെ പോയത്. കേരള കോൺഗ്രസ് കേന്ദ്രത്തിൽ പ്രാതിനിധ്യം തരേണ്ടതായിരുന്നു. 2 MP-മാരുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. 1 MP-മാർക്കുള്ളവർ കൂടുതലുണ്ട്. ആദ്യം 1 MP എന്ന് പറഞ്ഞപ്പോൾ 2 MP-മാർ വരട്ടെ എന്ന് പറഞ്ഞു. 2 MP-മാരായപ്പോഴും നൽകിയിട്ടില്ല. ഞാനത് പറഞ്ഞു, ഞാനതിന് വഴക്കിനൊന്നുമില്ല എന്ന് പറഞ്ഞ്. അവിടെ ദൗർബല്യം വന്നത് എൻ്റെ മകൻ MP ആയതുകൊണ്ട് ഞാനതിനു വേണ്ടി ഭയങ്കരമായിട്ട് പിടിക്കുമ്പോൾ മകന് വേണ്ടി പിടിക്കുന്നു എന്നൊരു ദുർവ്യാഖ്യാനം വരുന്നത് കൊണ്ട് ഒരു ചെറിയ ദൗർബല്യം എനിക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വേറൊന്നായിരുന്നെങ്കിൽ അവസ്ഥ വേറൊന്നാണ്. കാരണം വെച്ചാൽ എന്താണത്,
കേരള കോൺഗ്രസ് അവിടെ മുഴുവൻ UPA എന്ന് പറയുന്ന ഭരണം എന്ന് പറയുന്നത് പല റീജിയണൽ പാർട്ടീസിൻ്റെയാണ്, ചെറുതും വലുതുമായ റീജിയണൽ പാർട്ടീസിൻ്റെയാണ്. 2 പേരുള്ള എത്രയോ റീജിയണൽ പാർട്ടീസ് അവിടെയുള്ളത്. 2 പേരുള്ളവർക്ക് കൊടുത്തിട്ടില്ലേ? ഒരംഗം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന് കൊടുത്തില്ലേ? 2 അംഗം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന് കൊടുത്തില്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞു പിന്നെ വേറൊരു വ്യാഖ്യാനം 6 പേര് പ്രാതിനിധ്യം കേരളത്തിൽ തന്നിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? കേരള വർദ്ധിപ്പിച്ചപ്പോൾ 8 പേരാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് തരാതെ ഞങ്ങളെ മാറ്റി നിർത്തി നിൽക്കുന്ന ന്യായീകരണം ഒന്നുമില്ല. അത് കേരള കോൺഗ്രസ് തരേണ്ടതാണ്, നൽകേണ്ടതാണ്. കിട്ടിയില്ല, തന്നില്ല. അതിനിപ്പോൾ വലിയ വഴക്കും വയ്യാവലിയും വെച്ചുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ എടുത്തു ചാടാനായിട്ട് ഒക്കില്ല. ഞങ്ങൾ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ ഞങ്ങൾ പക്വതയോടുകൂടി കാണുകയും പക്വതയോടുകൂടി ഞങ്ങൾ നീങ്ങുകയും ഞങ്ങൾ വളരെ പക്വതയോടുകൂടി നീങ്ങുന്നു അക്കാര്യത്തെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ കേരളത്തിലൊരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ജാതി രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താ ഇങ്ങനൊരു സാഹചര്യം കേരളത്തിൽ? ഈ മുൻപ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇത്. പറയുന്നു ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു, അങ്ങനെ ഒരു സംസ്ഥാനം പ്രീണനമൊന്നുമില്ലല്ലോ. ഇവിടെ ന്യൂനപക്ഷ കോർപ്പറേഷൻ ഉണ്ടാക്കി, പിന്നോക്ക കോർപ്പറേഷൻ ഉണ്ടാക്കി. പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് ആദ്യം കോർപ്പറേഷൻ ഉണ്ടാക്കിയത്, പിന്നീടാണ് മുന്നോക്ക കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മുന്നോക്കത്തിന് പ്രശ്നമുണ്ട്, പിന്നോക്കത്തിന് പ്രശ്നമുണ്ട്. പിന്നോക്കത്തിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, മുന്നോക്കത്തിന് പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരല്ലേ, എല്ലാ പ്രശ്നങ്ങളും പേരുകൊണ്ടല്ലല്ലോ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം. ആ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം അതിനകത്ത് ജാതി ഇപ്പോഴത്തെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് യഥാർത്ഥത്തിൽ അർഹമായത് കിട്ടുന്നുണ്ടെന്നൊരു തോന്നലുണ്ട്. അത് അർഹമായിട്ടുള്ളത് പിന്നോക്കക്കാർക്കും കിട്ടുന്നില്ല, മുന്നോക്കക്കാർക്കും കിട്ടുന്നില്ലെന്നുള്ള പരാതിയുണ്ട്. എന്നാൽ മുന്നോക്കക്കാർക്കും പിന്നോക്കക്കാർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. എന്നായാലും ഇത് മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് നോക്കും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പരാതി വരുന്നതിന്റെ കാരണം എന്താ? പരാതി എല്ലാ കാര്യങ്ങൾക്കും ഈ മന്ത്രിസഭ വന്നതിന് ശേഷമാണ് ഇത്രയധികം. ഏത് മന്ത്രിസഭയുടെ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ മുഴുവൻ സമ്പൂർണ്ണമായി പരിഹരിക്കാതെ, ഇപ്പം നമ്മൾ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി വന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നു. പക്ഷേ ദാരിദ്ര്യം മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്തു. തൊഴിലില്ലാത്തവർക്ക് മുഴുവൻ തൊഴിലുണ്ടായോ? സാമ്പത്തിക സ്ഥിതി മുഴുവൻ മെച്ചപ്പെട്ടോ? സാമ്പത്തിക ഗ്രോത്ത് മുഴുവൻ ലക്ഷ്യത്തിലെത്തിയോ? പ്രശ്നങ്ങൾ എപ്പോഴും കിടക്കും. എപ്പോഴായാലും പ്രശ്നങ്ങൾ ഇനി അത് അങ്ങനെ ഒരു രീതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ മുന്നോക്കക്കാർക്കും പ്രശ്നങ്ങൾ, പിന്നോക്കക്കാർക്കും പ്രശ്നം. നമ്മളിതിനൊക്കെ സമന്വയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രത്യേക വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. നമുക്കിതിനകത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒന്നുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട. എവിടെ സത്യം, എവിടെ നീതി, എവിടെ പ്രശ്നം, എവിടെ ജനകീയ പ്രശ്നം, എവിടെ ബുദ്ധിമുട്ട്, അത് പരിഹരിക്കുക. അതിനകത്ത് ജാതിയില്ല, ഇന്നത്തെ സമുദായമില്ല, ഒന്നുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാമൂഹ്യ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകണം, സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇപ്പം മുന്നോക്കം എന്ന് പറഞ്ഞാലും മുന്നോക്കത്തിനകത്ത് പാവപ്പെട്ട ആളുകൾ കാണും, വിഷമതി അനുഭവിക്കും. അവർക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂടി ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൽ ഓരോന്നിനെയും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. VS അച്യുതാനന്ദനെതിരെയുള്ള ഭൂമിദാന കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദൻ പ്രതികരിച്ചത് ഇത് എനിക്കെതിരെയുള്ള, എൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതികാരമാണെന്നാണ്. പക്ഷേ ഇന്നിപ്പം അറിയാം, ഹൈക്കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു, അതിന് സ്റ്റേ പോയിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരും? അത് തെളിവില്ല എന്ന് പറഞ്ഞാണ് തള്ളിക്കളഞ്ഞത്. അതിപ്പോൾ അത് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ കൊടുത്തപ്പോൾ തീർന്നല്ലോ. അതെ, അത് അതിന് സാങ്കേതികമായ സ്റ്റേ കിട്ടിയേ ഉള്ളൂ. 100% ശരിയല്ലെന്നുള്ളതല്ലേ ഓരോന്നും സ്ഥാപിക്കപ്പെടുന്നത്. അല്ല, തെളിവില്ല, കൃത്യമായ തെളിവില്ല എന്നാണ് കോടതി. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ ഇതിനകത്ത്. ഒന്ന്, LDF ഭരണകാലത്ത് ഭൂമി പതിച്ചു കൊടുത്തോ? നമ്പർ 1, പതിച്ചു കൊടുത്തത് ആർക്കാണ്? VS അച്യുതാനന്ദൻ്റെ സ്വന്തക്കാർക്ക് ഭൂമി പതിച്ചു കൊടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ട് കൊടുത്തു. ഇത് മുഴുവൻ പരിശോധിച്ചാൽ മതിയല്ലോ. അതിനകത്ത് രാഷ്ട്രീയവും വല്ലതും ഉണ്ടോ? 3 കാര്യം തെളിയിച്ചാൽ മതി. അതിൽ VS അച്യുതാനന്ദന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അച്യുതാനന്ദൻ പറഞ്ഞാൽ മതി അങ്ങനെ ഭൂമി ഇടപാട് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരനല്ല കൂട്ടത്തിലുള്ളൂ, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇതൊക്കെ പറഞ്ഞാൽ മതി. നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ മതി. അല്ലേ, വേറെ ഒന്നും ഒരിടത്ത് പോകണ്ട. അതിന് രാഷ്ട്രീയ പ്രേരിതോ ഒന്നും വല്ലതും ഉണ്ടോ? അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അതിനകത്ത് അന്വേഷണം നടത്തി